2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കന്യാകുമാരി വിവേകാനന്ദ പാറയിൽ എത്തും. തിരുവനന്തപുരത്ത് ഉച്ചയ്ക്ക് ശേഷം 3:30 വിമാനമാർഗം എത്തുന്ന പ്രധാനമന്ത്രി ഹെലികോപ്റ്റർ മാർഗം കന്യാകുമാരിയിൽ എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ശേഷമുള്ള പതിവ് ആത്മീയ യാത്രയുടെ ഭാഗമായിട്ടാണ് കന്യാകുമാരി വിവേകാനന്ദ പാറയിൽ ധ്യാനത്തിനായിട്ട് പ്രധാനമന്ത്രി എത്തുന്നത്. നരേന്ദ്രമോദി എത്തുന്നതിൻ്റെ ഭാഗമായിട്ട് കന്യാകുമാരിയിൽ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. കന്യാകുമാരിയിൽ നിന്നും വിവരങ്ങൾ നൽകാനായിട്ട് അഖിൽ പാലോട്ടുമഠം ചേരുന്നുണ്ട്. അഖിൽ, ഇന്ന് കന്യാകുമാരിയെ സംബന്ധിച്ചിടത്തോളം ഒരു സുദിനം തന്നെയാണ്. കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാന സേവകൻ പ്രധാനമന്ത്രി എന്നതിനൊപ്പം ഒരു ആത്മീയ നേതാവാണ് എന്ന് പലവട്ടം തെളിയിച്ചിട്ടുള്ളതാണ്. അദ്ദേഹം ഇന്ന് കന്യാകുമാരിയിൽ എത്തുവാൻ പോകുന്നു. ഒപ്പം വിവേകാനന്ദ പാറയിൽ 2 ദിവസത്തെ ധ്യാനത്തിനിരിക്കുന്നു എന്നാണ് വാർത്ത. എപ്പോഴായിരിക്കും അദ്ദേഹം എത്തുന്നത്? എന്തെല്ലാമാണ് ഒരുക്കങ്ങൾ? രജനി, രാജ്യത്തിന്റെ പ്രധാന സേവകൻ 78 ദിവസത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണങ്ങൾക്ക് നേതൃത്വം നൽകിയാണ്. അദ്ദേഹം 2014-ലും 2019-ലും തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായിരുന്ന ധ്യാനം അത് ഇത്തവണ അനുഷ്ഠിക്കാൻ കന്യാകുമാരിയുടെ ഈ കടൽ തിരമാലകളിലേക്ക് എത്തുന്നത് എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. ഞാൻ നിൽക്കുന്ന ഈ വിവേകാനന്ദ പാറയിലായിരിക്കും അദ്ദേഹം 2 ദിവസം ധ്യാനമിരിക്കുക. അദ്ദേഹത്തിന്റെ വരവിനായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും സംസ്ഥാനത്ത് പ്രത്യേകിച്ച് കന്യാകുമാരിയിൽ ഒരുക്കി കഴിഞ്ഞു. 8 SP-മാരുടെ നേതൃത്വത്തിൽ ഏകദേശം 2000-ഓളം വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരാണ് അദ്ദേഹത്തിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് വേണ്ടിയും മറ്റു ക്രമീകരണങ്ങൾക്ക് വേണ്ടിയും ഇവിടെ വിന്യസിക്കപ്പെട്ടിട്ടുള്ള. അദ്ദേഹത്തിന്റെ പ്രധാന പ്രോഗ്രാം ചാർട്ട് എന്ന് പറയുന്നത് അദ്ദേഹം 3 മണിയോടുകൂടി തിരുവനന്തപുരത്ത് ടെക്നിക്കൽ വിമാനത്താവളത്തിൽ അദ്ദേഹം ഇറങ്ങും. അവിടെ നിന്ന് പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള ഹെലികോപ്റ്ററിലായിരിക്കും അദ്ദേഹം അവിടെ നിന്നും കന്യാകുമാരിയിലെ ഗസ്റ്റ് ഹൗസിന്റെ ഹെലിപ്പാഡിലേക്ക് ഇറങ്ങുക. അതിനുശേഷം ഞാനിപ്പോൾ നിൽക്കുന്ന കന്യാകുമാരി ദേവീക്ഷേത്രത്തിന്റെ അവിടേക്കെത്തും. വൈകുന്നേരം അവിടെ പ്രത്യേക പൂജയ്ക്കും പ്രാർത്ഥനയ്ക്കും ശേഷമായിരിക്കും അദ്ദേഹം പ്രത്യേകം സജ്ജീകരിച്ച ഒരു ബോട്ടിൽ ആദ്യം തമിഴ്നാടിന്റെ പ്രിയപ്പെട്ട തിരുവള്ളൂരിന്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തുന്നതിലേക്ക് വേണ്ടി അദ്ദേഹം തിരുവള്ളൂരിന്റെ പ്രതിമയിലേക്ക് എത്തുക. തിരുവള്ളൂരിന്റെ പ്രതിമയിലേക്ക് എത്തിയതിനു ശേഷം അവിടെ പുഷ്പാർച്ചനയും പ്രാർത്ഥനയും കഴിഞ്ഞതിനു ശേഷം അദ്ദേഹം നേരെ തൊട്ടടുത്ത വിവേകാനന്ദ കേന്ദ്രത്തിലേക്ക്, വിവേകാനന്ദ പാറയിലേക്ക് അദ്ദേഹം എത്തിച്ചേരും. വൈകുന്നേരം ഏകദേശം ഒരു 7 മണിയോടുകൂടി തന്നെ അദ്ദേഹം വിവേകാനന്ദ പാറയിലേക്ക് എത്തിച്ചേരും എന്നതാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. 7 മണിക്ക് അദ്ദേഹം എത്തിയതിനു ശേഷം അവിടെ പ്രത്യേക ആരതി ഒഴിഞ്ഞതിനു ശേഷമായിരിക്കും അദ്ദേഹം ധ്യാനത്തിലേക്ക് കടക്കുക. 31 പൂർണ്ണമായും 1-ാം തീയതി വൈകുന്നേരം, അതായത് പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാനിക്കുന്നത് വരെയും അദ്ദേഹം ധ്യാന നിമിഡനായി ഇരിക്കും എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. 2014-ൽ ആദ്യം അദ്ദേഹം പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുമ്പോൾ ശിവജിയുടെ പ്രജാത്ഘട്ടിലായിരുന്നു അദ്ദേഹത്തിന്റെ ധ്യാനം ഇരുന്നത്. അതിനുശേഷം 2019-ലേക്ക് ശിവ സാന്നിധ്യമുള്ള കേദാർനാഥിന്റെ ഗുഹയിലായിരുന്നു അദ്ദേഹത്തിന്റെ ധ്യാനമെങ്കിൽ കന്യാകുമാരി മുതൽ കാശ്മീരം വരെയും കാഞ്ചി മുതൽ കാമരൂപം വരെയുമുള്ള ഭാരതം ഒന്നാണ് എന്ന വലിയ സങ്കല്പം ഉൾക്കൊണ്ടുകൊണ്ട് ആ വലിയ സങ്കല്പത്തെ വീണ്ടും ഒരിക്കൽ കൂടി ഊട്ടി ഉറപ്പിക്കുന്ന തരത്തിലേക്ക് അദ്ദേഹത്തിന്റെ ഇത്തവണത്തെ ധ്യാനം കന്യാകുമാരിയിലാണ് എന്നത് ഏറെ ശ്രദ്ധേയമാണ്. അതിലൊരു മറ്റൊരു കാര്യം കൂടി ഉള്ളത്, ഇത്തവണ മോദി സർക്കാർ പ്രഖ്യാപിച്ച 400 സീറ്റിലേക്ക് എത്താൻ അദ്ദേഹം വലിയ തോതിലുള്ള പ്രചരണം നടത്തിയതും സൗത്ത് ഇന്ത്യയിലാണ്. അത് കേരളവും തമിഴ്നാടും തെലങ്കാനയും അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ കൂടെ ഇത്തവണ വലിയ സാന്നിധ്യം അറിയിച്ചാൽ മാത്രമാണ് BJP-ക്ക് NDA സർക്കാരിന് വലിയ രീതിയിലുള്ള മുന്നേറ്റത്തിലേക്ക് കടക്കാൻ സാധിക്കുക. ഇപ്പോൾ നമുക്ക് കാണുന്നത് പോലെ തന്നെ വലിയ ഒരു സുരക്ഷാ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുന്നുണ്ട്. സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസ് ഒരുക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാ രീതികളും, അതായത് കന്യാകുമാരി ഈ ബോർഡറിലേക്ക് കയറി വരുന്ന, കന്യാകുമാരിയുടെ ബോർഡറിലേക്ക് കയറി വരുന്ന അവിടെ മുതൽ തന്നെ വലിയ സുരക്ഷയും ചെക്കിങ്ങും ഒക്കെ തന്നെ പോലീസ് നടത്തുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ കോസ്റ്റ് ഗാർഡിന്, അതായത് കടൽ ഇപ്പോൾ വലിയ മഴ മുന്നറിയിപ്പ് അടക്കമുള്ളവ ഉണ്ട്. ഏത് നിമിഷം വേണമെങ്കിലും കടൽ പ്രക്ഷുബ്ധമാകാവുന്നുള്ള അതുവരെ സമുദ്ര പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുണ്ട്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ കടൽ പ്രക്ഷുബ്ധമാവുകയാണെങ്കിൽ അതിനുള്ള സുരക്ഷ ഒരുക്കുന്നതിലേക്ക് വേണ്ടി ട്രാഫിക് പോർട്ട്സ് അടക്കമുള്ളവയെ സജ്ജമാക്കിയാണ് ഇത്തവണ ഈ കന്യാകുമാരിയിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ ക്രമീകരിക്കും. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ പ്രത്യേകം അതിനു വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ അവിടെ ഒരുക്കുന്നുമുണ്ട്. എന്തായാലും കന്യാകുമാരിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കന്യാകുമാരിയിൽ എത്തുമ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞത്
താൻ ഇതിനു മുമ്പ് കന്യാകുമാരിയിൽ വന്നത് ഈ അയോധ്യയുടെ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അയോധ്യയുടെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഭാരതത്തിലെ ഏറ്റവും മുതിർന്ന BJPയുടെ നേതാക്കളിൽ ഒരാളായ ലാൽകൃഷ്ണ അദ്വാനി LK അദ്വാനി നയിച്ച രഥയാത്രയുടെ പ്രചരണാർത്ഥം അതിന്റെ സംഘാടകൻ എന്ന നിലക്കാണ് കന്യാകുമാരിയിൽ എത്തുന്നത്. അതിനുശേഷം താൻ വീണ്ടും കന്യാകുമാരിയിലേക്ക് എത്തുകയാണ് എന്ന് കഴിഞ്ഞ തവണ പ്രചരണത്തിനെത്തുന്ന സമയത്ത് നരേന്ദ്രമോദി പറഞ്ഞിരുന്നു. അതിനുശേഷം അദ്ദേഹം വീണ്ടും കന്യാകുമാരിയിൽ എത്തുമ്പോൾ അതിന് വലിയ രാഷ്ട്രീയ മാനം കൂടിയുണ്ട് എന്നുള്ള കാര്യം നിസ്സംശയം നമുക്ക് പറയേണ്ടി വരും. പക്ഷേ ഇതിലൊരു പ്രതിപക്ഷം ഇപ്പോൾ, കാരണം തെരഞ്ഞെടുപ്പ് നിൽക്കുന്ന സമയത്ത് തന്നെ കോഡ് ഓഫ് കോണ്ടക്ട് ലംഘിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ ഇത്തരത്തിലുള്ള ധ്യാനമെന്ന് ഇപ്പോൾ സംസ്ഥാനത്തെ അധികാരത്തിലുള്ള DMK അടക്കം അതുപോലെ തന്നെ കോൺഗ്രസ് അടക്കം വലിയ ഒരു വിമർശനമായി ഉന്നയിച്ചുകൊണ്ട് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വരെ സമീപിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഈ പ്രധാനമന്ത്രിയുടെ വരവ് അത് തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ പ്രാവശ്യവും കോൺഗ്രസും അതുപോലെ തന്നെ മറ്റു പാർട്ടികളും ഒക്കെ തന്നെ പ്രചരണം നടത്തിയതുപോലെ ഈ BJP എന്ന് പറയുന്നത് അത് ഉത്തരേന്ത്യയിലുള്ള ഒരു പാർട്ടിയാണ്, ഹിന്ദി പാർട്ടിയാണ് എന്നതായിരുന്നു അവർ പ്രധാനമായും ഒരു പ്രചരണമായി നൽകിയിരുന്നത്. പക്ഷെ അതങ്ങനെയല്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അദ്ദേഹം വീണ്ടും തമിഴ്നാട്ടിലേക്ക് എത്തുമ്പോൾ. കാരണം കേരളത്തിൽ പോലും അദ്ദേഹം ഏകദേശം 3 തവണ അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം എത്തിയിരുന്നു. വലിയ ആവേശത്തോടുകൂടിയാണ് കേരളം അദ്ദേഹത്തെ സ്വീകരിച്ചത്. അതുപോലെ തന്നെയാണ് അദ്ദേഹത്തെ തമിഴ്നാടും സ്വീകരിച്ചത്. അദ്ദേഹം നേരത്തെയൊക്കെ തന്നെ രാമനാഥപുരത്തേക്ക് എത്തുമെന്ന ഒരു മത്സരിക്കാൻ എത്തുമെന്ന ഒരു അഭിമുഖം പോലും ഉണ്ടായിരുന്നു. അത് അത്രമാത്രം വലിയ പ്രാധാന്യം അദ്ദേഹത്തിന് ലഭിക്കുന്നുമുണ്ട്. കാരണം അതിലൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അദ്ദേഹം അയോധ്യയുടെ പ്രാണപ്രതിഷ്ഠയ്ക്ക് മുമ്പ് രാമനാഥപുരത്ത് രാമേശ്വരത്തെത്തി കടലിൽ കുളിച്ച മാലയണിഞ്ഞാണ് അദ്ദേഹം ഈ ശ്രീരാമചന്ദ്രസ്വാമിയുടെ പ്രാണപ്രതിഷ്ഠയ്ക്ക് വേണ്ടിയുള്ള വൃദ്ധം ആരംഭിക്കുന്നത്. അത്രമാത്രമുള്ള ഒരു ആത്മീയത അല്ലെങ്കിൽ അത്രമാത്രമുള്ള ഒരു പൈതൃകം അദ്ദേഹം ഈ ഭാരത സംസ്കാരത്തിന് വേണ്ടി അല്ലെങ്കിൽ ഭാരത രാജ്യത്തിനു വേണ്ടി അദ്ദേഹം ഒഴിഞ്ഞു വെക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വിവേകാനന്ദ പാറ നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ 1963കളിലാണ് ഈ വിവേകാനന്ദ പാറ അത് ഹൈന്ദവ സേവാ ട്രസ്റ്റിന്റെ കീഴിലേക്ക് എത്തുന്നത്. അതിനു മുമ്പ് വലിയ വിവേചനങ്ങളൊക്കെ തന്നെ ഈ പാറയുമായി നേരിട്ടുണ്ടായിരുന്നു. ഈ ക്ഷേത്രം ഞാൻ നിൽക്കുന്നതിന്റെ ഇടതുവശത്തുള്ള ഈ ക്ഷേത്രം അടക്കമുള്ളവ വലിയ പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏകനാഥ റാണ അടക്കമുള്ള ഹൈന്ദവ നേതാക്കളുടെയൊക്കെ തന്നെ പരിണിത ഫലങ്ങളുടെ ഫലമായി അവരുടെയൊക്കെ ത്യാഗത്തിന്റെ ഫലമായിട്ടാണ് ഇന്ന് കാണുന്ന തരത്തിലേക്ക് ഈ വിവേകാനന്ദ പാറ നികുഞ്ചമായ കാവ്യപതാക അണിഞ്ഞു നിൽക്കുന്ന ഒരു തരത്തിലേക്ക് എത്തുന്നത്. ഈ കന്യാകുമാരി കടൽ തിരമാലകൾ ഇങ്ങനെ എണ്ണിത്തുടിച്ച് കരയിലേക്ക് കയറി വരുമ്പോൾ അതിന്റെ ശക്തി എത്ര മാത്രമാണ് എന്നത് നമുക്ക് പറയുന്നതിനും അപ്പുറത്താണ്, വാക്കുകൾക്കും അപ്പുറത്താണ്, വിവരിക്കുന്നതിനും അപ്പുറത്താണ്. എന്തായാലും ഇപ്പോൾ വീണ്ടും വിവേകാനന്ദൻ ധ്യാനമിരുന്ന പാറയിൽ അതുപോലെ തന്നെ ശിവപെരുമാളിനെ പൂജിക്കുന്നതിലേക്ക് വേണ്ടി ധ്യാനമിരുന്ന പാറയിൽ ആ പാറയിലേക്ക് രാജ്യത്തിന്റെ പ്രധാന സേവകൻ നരേന്ദ്രമോദി എത്തുന്നു എന്നത് വലിയ അഭിമാനത്തോടു കൂടി തന്നെയാണ് തമിഴ്നാട്ടുകാർ കാണുന്നത്. വലിയ അഭിമാനത്തോടു കൂടിയാണ് രാജ്യം നോക്കി കാണുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കന്യാകുമാരി മുതൽ കാശ്മീരം വരെ അത് ഒരൊറ്റ ഹൃദയഭൂമിയാണ് എന്ന് വീണ്ടും ഊട്ടി ഉറപ്പിക്കുന്നതിലേക്ക് വേണ്ടി ഈ ധ്യാനം അദ്ദേഹത്തെ വീണ്ടും ഈ രാജ്യം ഒന്നാണ് എന്ന വലിയ കാഴ്ചപ്പാടും വലിയ സംസ്കാരവും നൽകുന്നതിന് വേണ്ടി വീണ്ടും തയ്യാറെടുക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. രജനി, എന്തായാലും വലിയ സുരക്ഷയിൽ വലിയ ഒരുക്കങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. കാരണം ഇന്ന് മുതൽ വിവേകാനന്ദ പാറയിലേക്കുള്ള സന്ദർശകരുടെ ഇത് കുറച്ചിരിക്കുകയാണ്. കാരണം ഇപ്പോൾ നമുക്കറിയുന്നത് പോലെ അത് സ്കൂൾ അവധിയൊക്കെയാണ്, സ്കൂൾ തുറക്കാൻ പോകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വലിയ ഒരു ടൂറിസ്റ്റുകൾ ഉത്തരേന്ത്യയിൽ നിന്നടക്കം മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നടക്കം എത്തുന്ന സമയമാണ് കന്യാകുമാരിയിലേക്ക്. പക്ഷേ അതെല്ലാം അവർ സഹിച്ചുകൊണ്ട്, കാരണം ഭാരതത്തിലെ പ്രധാനമന്ത്രിയെ നമ്മുടെ നാട്ടിലേക്ക് സ്വീകരിക്കുക എന്ന് പറയുന്നത് വലിയ അഭിമാനമാണ്. കാരണം കഴിഞ്ഞ തവണ തിരുവനന്തപുരത്തേക്ക് അദ്ദേഹം ഏറ്റവും ഗ്രാമപ്രദേശമായ കാട്ടാക്കടയിലേക്ക് എത്തുമ്പോൾ അവിടുത്തെ സാധാരണക്കാർ പോലും അദ്ദേഹത്തെ സ്വീകരിക്കാൻ എത്തുന്നതൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഓരോ സ്ഥലത്തേക്ക് എത്തുമ്പോഴും ആ നാടിന്റെ പൈതൃകത്തെ അദ്ദേഹം ചേർത്തു പിടിക്കുന്നത്. എന്തായാലും അദ്ദേഹം ക്ഷേത്ര ദർശനത്തിൽ എത്തുന്നത് കൊണ്ട് രാവിലെ മാത്രമാണ് ഇപ്പോൾ മറ്റു ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ആ സന്ദർശനം അമ്പലത്തിൽ ഒരുക്കിയിട്ടുള്ളത്. അതിനുശേഷം ഉച്ച കഴിഞ്ഞിട്ടുള്ള ആ ദർശനത്തിൽ വലിയ ക്രമീകരണങ്ങൾ കുറച്ചുകൂടി ഉണ്ടാകും. എന്തായാലും ഇപ്പോൾ വലിയ പോലീസ് സന്നാഹം ആ സ്ഥലത്തുണ്ട്. അവർ വലിയ രീതിയിലാണ് സുരക്ഷ ഒരുക്കുന്നത്. രജനി, അഖില സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനമന്ത്രി എവിടെ ചെന്നിരുന്നാലും ഒരു ആവേശ കാഴ്ച തന്നെയാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച്, ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഏറ്റവും കൂടുതൽ പ്രചാരണം നടത്തിയ ഒരു വ്യക്തി കൂടെയാണ് പ്രധാനമന്ത്രി. നമുക്കിപ്പോൾ ഇവിടെ പറയേണ്ടത് ഈ 2019 തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ അവസാനത്തിൽ ഉത്തരാഖണ്ഡിലെ കേദാർനാഥ് ക്ഷേത്രത്തിൽ അദ്ദേഹം 2 ദിവസത്തെ സന്ദർശനത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ
15 മണിക്കൂറാണ് ധ്യാനത്തിലിരുന്നത്. പക്ഷേ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വിവേകാനന്ദ പാറയിൽ 2 ദിവസം 48 മണിക്കൂറിലാണ് അദ്ദേഹം ആത്മീയതയിലേക്ക് നീങ്ങുന്നത് പോലും, അതും ഈ തിരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടം നടക്കാനിരിക്കുന്ന വേളയിൽ. രജനി, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശിവജി ആയിരുന്നു, മഹാരാഷ്ട്രയിലെ ശിവജി രാജ്പട്ടിലായിരുന്നു അദ്ദേഹത്തിന്റെ ധ്യാനമെങ്കിൽ അതിനുശേഷം 2019 അദ്ദേഹം ഉത്തരാഖണ്ഡിലെ കേദാർനാഥിൽ 17 മണിക്കൂറായിരുന്നു അദ്ദേഹം ധ്യാനമിരുന്നത്. അതിനുശേഷമാണ് അദ്ദേഹം രണ്ടാമതും ഈ രാജ്യത്തിന്റെ പ്രധാന സേവകനായി സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരമേൽക്കുന്നത്. പക്ഷേ ഇത്തവണ അദ്ദേഹം മൂന്നാം തവണയിലേക്ക് അദ്ദേഹം എത്തുന്ന സമയത്ത് കന്യാകുമാരിയിൽ ഏകദേശം 55 മണിക്കൂറോളം, അതായത് 2 ദിവസം, ഇന്ന് വൈകുന്നേരം 7 മണി മുതൽ അദ്ദേഹം ധ്യാനത്തിലേക്ക് കടക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഏകദേശം 55 മണിക്കൂറോളം അദ്ദേഹം ധ്യാന നിമിടനായി കന്യാകുമാരിയുടെ കടൽത്തിരമാലയുടെ സൗണ്ടുകൾ മാത്രമായ ശബ്ദത്തിന്റെ ആ നാദത്തിന്റെ മാത്രം ഇതിൽ അദ്ദേഹം ധ്യാനമിരിക്കാൻ പോവുകയാണ്. ഊണും ഉറക്കവും കളഞ്ഞ് ഈ രാജ്യത്തിന് കാവലിരിക്കാൻ, ഈ രാജ്യത്തിന് വേണ്ടി ഏതു സമയവും സന്നദ്ധമായി ഇരിക്കാൻ ഒരു പ്രധാന സേവകൻ ഉണ്ട് എന്ന 125 കോടി ജനതയുടെയും ആ ഹൃദയങ്ങളിലേക്ക് ഒരേ വികാരത്തോടെ എത്തിക്കാൻ സാധിക്കുന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ 55 മണിക്കൂറത്തെ ഈ ധ്യാനത്തിലേക്ക് കടക്കുക. അതായത് 31 പൂർണ്ണമായും 24 മണിക്കൂർ അദ്ദേഹം അത് കഴിഞ്ഞ് 1-ാം തീയതിയും പൂർണ്ണമായും ഉണ്ടാകും. ഈ ഇന്നത്തെ ദിവസം ഏകദേശം വൈകുന്നേരം 7 മണിയോടെ അദ്ദേഹം വിവേകാനന്ദ പാറയിലേക്ക് എത്തുകയാണ്. അപ്പോൾ അങ്ങനെ കണക്ക് കൂട്ടിയാൽ ഏകദേശം 55 മണിക്കൂറോളം അദ്ദേഹം ആ വിവേകാനന്ദ പാറയിൽ ഉണ്ടാകും. അവിടെ പ്രത്യേകമായി സജ്ജീകരിച്ച സ്ഥലത്തായിരിക്കും അദ്ദേഹത്തിന്റെ ധ്യാനം ഉണ്ടാവുക. പക്ഷെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കാലാവസ്ഥ പ്രതികൂലമല്ലാതെ ഏതെങ്കിലും തരത്തിൽ പ്രത്യക്ഷമായി കടൽ മാറുകയാണ് എന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള വിവേകാനന്ദ കേന്ദ്രത്തിലാണ് അദ്ദേഹത്തിനുള്ള ബാക്കി ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും അദ്ദേഹം ആ കന്യാകുമാരിയുടെ പരിസരത്ത് വിവേകാനന്ദന്റെ സ്പ്രാദസ്പർശമേറ്റ ഈ ഭൂമിയിൽ അദ്ദേഹം എന്തായാലും ധ്യാനമിരിക്കാൻ പോവുകയാണ്. അത് രാജ്യത്തിന്റെ കരുതലായി, രാജ്യത്തിന് കരുത്തായി, രാജ്യത്തിന്റെ ഒത്തുചേരലായി മാറും എന്നതാണ് ഏറ്റവും പ്രധാനമായി ഓരോ ഭാരതീയനും അഭിമാനിക്കാൻ കഴിയുന്നത്. കാരണം അത് ഈ കന്യാകുമാരിയിൽ നിന്നാകുമ്പോൾ നമ്മളെപ്പോലുള്ള മലയാളികൾക്ക് പോലും കുറച്ചുകൂടി അഭിമാനിക്കാൻ സാധിക്കുന്നതാണ്. കാരണം നമ്മളോട് അടുത്തു നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് തമിഴ്നാട് എന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ തന്നെ തൊട്ടടുത്തുള്ള ഒരു നാട്ടിൽ അദ്ദേഹം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി 3-ാം തവണയും അധികാരമേൽക്കുന്നതിന് മുമ്പ് ധ്യാനമിരിക്കാൻ എത്തുന്നു എന്നത് നമ്മളെപ്പോലുള്ള മലയാളികൾക്കും അഭിമാനമുള്ള കാര്യമാണ്. എന്തായാലും അദ്ദേഹം വൈകുന്നേരം തമിഴ്നാട്ടിലെത്തും. പ്രത്യേകം ആയി അദ്ദേഹം ഹെലിപ്പാഡിൽ എത്തുന്ന സമയത്ത് അദ്ദേഹം ഇത് പാർട്ടി പരിപാടി അല്ലാത്തതുകൊണ്ട് സർക്കാർ സംവിധാനം അടക്കമുള്ളവ അദ്ദേഹത്തെ സ്വീകരിക്കാൻ എത്തും എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K. അണ്ണാമലൈ അടക്കമുള്ളവർ അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിലേക്കായി ഇവിടെ എത്തിച്ചേരും എന്നതാണ് നമുക്ക് ഇപ്പോൾ അറിയുന്നത്. പക്ഷേ ഒരു തരത്തിലുള്ള പാർട്ടി സംവിധാനങ്ങളൊന്നും തന്നെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. പാർട്ടി കൊടികളോ മറ്റോ ഒന്നും തന്നെ അദ്ദേഹത്തെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നില്ല എന്നതും ഏറെ ശ്രദ്ധേയമാണ്. അദ്ദേഹം രാജ്യം ഒന്നായി കരുതുന്നു എന്ന ഒരൊറ്റ പൈതൃകത്തോട്, രാജ്യം ഒന്നായി കാണുന്നു എന്ന വലിയ സംസ്കാരത്തോടെ അദ്ദേഹത്തെ വീണ്ടും കന്യാകുമാരിയിലേക്ക് എത്തുന്നു. ഈ കാണുന്ന വിവേകാനന്ദന്റെ ഒരു ഗണഗീതം പോലെ തന്നെ കന്യാകുമാരി കടൽ തിരമാലകൾ എണ്ണിക്കൊതിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ അത് മോദിയുടെ വരവായി മാറുകയാണ്, മോദിയുടെ ആ സ്പർശനമായി മാറുകയാണ് എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. രജനി, സ്വാമി വിവേകാനന്ദൻ ജ്ഞാനോദയം നേടിയ സ്ഥലത്ത് രാജ്യത്തിന്റെ പ്രധാന സേവകൻ എത്തുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ ധ്യാനത്തിനായി കന്യാകുമാരിയിൽ വിവേകാനന്ദ പാറയിൽ എത്തും. ഇന്ന് ഉച്ചയ്ക്ക് തിരുവനന്തപുരം വിമാനത്താവളത്തിലാണ് അദ്ദേഹം എത്തിച്ചേരുന്നത്. അതിനുശേഷം ഹെലികോപ്റ്റർ മാർഗമാണ് കന്യാകുമാരിയിലേക്ക് എത്തുന്നത്. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ശേഷമുള്ള പതിവ് ആത്മീയയാത്രയുടെ ഭാഗമായിട്ടാണ് കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ ധ്യാനത്തിനായിട്ട് പ്രധാനമന്ത്രി എത്തുന്നത്. പ്രധാനമന്ത്രി എത്തുന്നതോടനുബന്ധിച്ച് സുരക്ഷാ ക്രമീകരണങ്ങളും ശക്തമാക്കിയിട്ടുണ്ട്, നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കന്യാകുമാരിയിൽ നിന്നും അഖിൽ പാലൂട്ടുമടമാണ് വിവരങ്ങൾ പങ്കുവച്ചത്.